നമസ്കാരം. റാഫ്റ്റ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. കോൺകാഫ് ചാമ്പ്യൻസ് കപ്പിന്റെ സെമി ഫൈനലിൽ ഇന്റർ മയാമി തോറ്റു പുറത്തായതിനെ തുടർന്ന് വലിയ വിമർശനങ്ങളായിരുന്നു കോച്ച് ഹവിയർ മസ്ട്രാനോയ്ക്കെതിരെ വന്നതൊപ്പം സുവാരസിന്റെ പ്രകടനത്തിനെതിരെയും വലിയ വിമർശനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ അതേ സുവാരസ് ഇപ്പോൾ ഗോളും അസിസ്റ്റുമായിട്ട് മിന്നിക്കത്തിയിരിക്കുന്നു. ലിയോ മെസ്സി ഗോൾ അടിച്ചിരിക്കുന്നു. MLS അവർ ന്യൂയോർക്ക് റെഡ് ബുൾസിനെതിരെ 4-1 തകർപ്പൻ വിജയമാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. മെസ്സിയും സുവാരസും കൂടാതെ പിക്കോൾട്ടും വേൻറ്റുമാണ് ഇന്റർ മയാമിക്ക് വേണ്ടി ഗോൾ അടിച്ചത്. മറുഭാഗത്ത് എറിക് ചൊപ്പമോട്ടിങ്ങാണ് ന്യൂയോർക്ക് റെഡ് ബുൾസിന്റെ ഗോൾ കണ്ടെത്തിയത്. ഇന്റർ മയാമിയുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ മുന്നേറ്റ നിരയിൽ ലൂയിസ് സുവാരസ്, ലിയോ മെസ്സി, പിക്കോൾട്ട്, അലൻഡെ എന്നിവരെയൊക്കെ ഒരുമിച്ച് അണിനിരത്തിക്കൊണ്ടാണ് ഇന്റർ മയാമി കളിക്കാൻ ഇറങ്ങിയത്. മറുഭാഗത്ത് ചൊപ്പമോട്ടിങ്ങിനെ മുന്നിൽ നിർത്തിക്കൊണ്ടാണ് ന്യൂയോർക്ക് റെഡ് ബുൾസ് അവരുടെ തന്ത്രങ്ങൾ മെനഞ്ഞത്. കളിയുടെ 9ാമത്തെ മിനിറ്റിൽ തന്നെ പിക്കോൾട്ടിലൂടെ ഇന്റർ മയാമി ലീഡെടുത്ത് കഴിഞ്ഞിരുന്നു. പിന്നെ അടുത്ത ഗോൾ വരുന്നു 30ാമത്തെ മിനിറ്റിൽ മാർസലോ വെയിൻറ്റിൻ്റെ ഗോളിലൂടെ ഇന്റർ മയാമി ആധിപത്യം പുലർത്തുന്ന കാഴ്ച. എന്നാൽ ആദ്യ പകുതി അവസാനിക്കുന്നതിന് മുമ്പ് തന്നെ വീണ്ടും ഗോളുകൾ വരുന്നു. ലിയോ മെസ്സി സുവാരസ് കൂട്ടുകെട്ടിന്റെ ഗോൾ വരുമോ എന്നുള്ളതാണ് ആരാധകർ ഉറ്റുനോക്കിയത്. ഒടുവിൽ സുവാരസിന്റെ ഗോൾ പിറക്കുന്നു. 39ാമത്തെ മിനിറ്റിൽ സുവാരസിന്റെ ഗോൾ വന്നു. അതിനുശേഷം 43ാമത്തെ മിനിറ്റിൽ ചൊപ്പമോട്ടിങ്ങിലൂടെ ന്യൂയോർക്ക് റെഡ് ബുൾസ് ഒരു ഗോൾ മടക്കിയടിക്കുകയും ചെയ്തു. ഇടവേള സമയത്ത് മത്സരം 3-1 എന്ന രൂപത്തിലായിരുന്നു. ആരാധകർ കാത്തിരുന്ന ഗോൾ വരാനിരിക്കുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. രണ്ടാം പകുതിയിൽ 67ാമത്തെ മിനിറ്റിൽ സെഗോവിയയിൽ നിന്ന് പന്ത് സ്വീകരിച്ച് ലിയോ മെസ്സി ഫിനിഷ് ചെയ്തതോടുകൂടി ഇന്റർ മയാമി 4-1 തകർപ്പൻ വിജയത്തിലേക്ക് പോവുകയായിരുന്നു. ഏതായാലും മയാമിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പം MLS ഈസ്റ്റേൺ കോൺഫറൻസിൽ 10 കളികളിൽ നിന്ന് 21 പോയിന്റോടെ അവർ 4ാം സ്ഥാനത്താണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് വീണ്ടും എത്താം.